ഹായ് എവരിവൺ, ക്വാണ്ടിറ്റി സർവേയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ ഓഫ് പിയർ ആണ്. പിയറുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ക്വാണ്ടിറ്റീസ്, ഓരോ കമ്പോണൻസ് വരുന്ന ക്വാണ്ടിറ്റീസ് എത്രയ്ക്കാണെന്നുള്ളതാണ് കണ്ടെത്താൻ പോകുന്നത്. നമ്മുടെ ഫിഗർ ആണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു എസ്റ്റിമേഷൻ കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രോയിങ്സ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എസ്റ്റിമേറ്റ് ഓഫ് പിയർ ആണ് വന്നിട്ടുള്ളത്. പിയറിൻ്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്. ഇതതിൻ്റെ ടോപ്പ് വ്യൂ ആണ്, സെക്ഷണൽ പ്ലാൻ ടോപ്പ് വ്യൂ. ദെൻ ഇതതിൻ്റെ സെക്ഷണൽ എലോങ് ആയിട്ടുള്ള സെക്ഷൻ, എലിവേഷൻ, സെക്ഷണൽ എലിവേഷൻ. ഓക്കെ, ഇത് നമുക്ക് വേണ്ടത് ഇത്രയും ഭാഗം. ഇത് പിയർ എന്ന് പറയുമ്പോൾ ഇത്രയും അപ് ടു ഈ ഒരു ഭാഗം സ്പ്രിംഗ് ലെവൽ വരെയുള്ള ഭാഗം നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ. അതിന് മുകളിൽ ബീം ഡക്കിങ്ങും അതുപോലെ തന്നെ പാരപ്പറ്റും കാര്യങ്ങളെല്ലാം റോഡെല്ലാം വരുന്നുണ്ട്. ഇത്രയും ഭാഗം, അതായത് വാഹനം പാസ് ചെയ്ത് പോകുന്ന ഡയറക്ഷൻ ഇതാണ്. നമ്മൾ എന്തായാലും അത്രയും ഭാഗം ഇതിൽ ചെയ്യേണ്ടതായിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ അതിന് മുകളിൽ വരുന്ന ഭാഗം സെപ്പറേറ്റ് ചെയ്തതാണ്. നമുക്ക് ചെയ്യാൻ ഉള്ളത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഭാഗം മാത്രമേ ചെയ്യാനുള്ളൂ. ഈ ഒരു ഗ്രൗണ്ട് ലെവൽ മുതൽ, അതായത് എർത്ത് എക്സ്കവേഷൻ മുതൽ സ്പ്രിംഗ് ലെവൽ വരെ വരുന്ന അതിലെ ബ്രിക്ക് വർക്കും അതുപോലെ തന്നെ പോയിന്റിംഗ് വർക്കും എത്രയാ എന്നുള്ളത് കണ്ടെത്താനുള്ളത്. ചെയ്തു തുടങ്ങാം. ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്, സെക്ഷണൽ പ്ലാൻ ആണ്. ഇത് സെക്ഷൻ ഓൺ, അതായത് എല്ലാം ദി സെക്ഷൻ കട്ട് ചെയ്തിട്ടുള്ള വ്യൂ ആണ്. ഇത് എലിവേഷൻ സെക്ഷനാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ കമ്പോണൻസും ശ്രദ്ധിക്കാം. ഇതിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കാം. അതൊരു PCC ചെയ്തിട്ടുണ്ട്. ഫൂട്ടിങ് 1, 2, 3 സ്റ്റെപ്പ് ഫൂട്ടിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന് മുകളിൽ അതിൻ്റെ ബ്രിക്ക് വർക്ക്, അതായത് പില്ലർ എന്ന് നമ്മൾ പറയുന്ന ഭാഗം, ആ വരുന്ന ഭാഗം നോക്കൂ, കോളം വരുന്ന ഭാഗം നോക്കൂ. ബോട്ടത്തിൽ 150 സെൻറ്റിമീറ്റർ ഡയമീറ്ററും റൗണ്ട് ഷേപ്പാണ്. അതുപോലെ തന്നെ 90 സെൻറ്റിമീറ്റർ ഡയമീറ്ററാണ് ഇവിടെ വന്നിട്ടുള്ളത് ടോപ്പിൽ. അതായത് അതിങ്ങനെ ട്രയാങ്കുലർ പോർഷൻ പോലെ റൗണ്ട് പൈപ്പ് മുകളിലോട്ട് പോകുന്ന ഡയമീറ്റർ കുറഞ്ഞ, ബോട്ടത്തിൽ നല്ല ഡയമീറ്ററും വരുന്ന കേസിൽ ആ രീതിയിലാണ് അതിൻ്റെ ഫിഗർ വരച്ചിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ. ഫൗണ്ടേഷൻ. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഭാഗം രണ്ടായിട്ട് തിരിക്കുകയാണ്, അല്ലെങ്കിൽ 3ആയിട്ട് ആക്ച്വലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര ഭാഗം പിയർ ആയിട്ടുള്ള ഭാഗം. ദെൻ ഇതിൻ്റെ ഈ സൈഡിന് കട്ട് വാട്ടർ എൻഡ്, ട്രയാങ്കിൾ ആയിട്ടുള്ള ഭാഗത്ത് കട്ട് വാട്ടർ എൻഡ്. ഈ ഒരു എന്താ പറയുക, സെമി സർക്കിൾ ആയിട്ടുള്ള ഭാഗത്ത് ഈസ്റ്റ് ഓഫ് വാട്ടർ എൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം, ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുമ്പോൾ ഇവിടെ നോക്കൂ, ശരിക്കും നമുക്ക് ഈ ബോക്സ്, ഈ റെക്ടാങ്കിൾ ബോക്സുകളാണ് അതിന്റെ വോളിയമാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ നോക്കൂ, ചെറിയൊരു കട്ട് പീസ് ആയിട്ടുള്ള ചെറിയൊരു ഏരിയ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ രണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്, ആദ്യം ഈ വലിയ റെക്ടാങ്കിളിനെയും ദെൻ ഈ ചെറിയ ഭാഗത്തെയും. വലിയ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ പിയർ, ഈ ഇത്രയും ഭാഗത്ത് നമ്മൾ പിയർ എന്ന് പറയുന്നത് പിയർ ആയിട്ടുള്ള ഭാഗത്തുള്ള എക്സ്കവേഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ പിയർ സൈഡ് എന്നുള്ള മീനിങ് ആണ്. അതിന്റെ നമ്പർ എന്നുള്ളത് ഒരു നമ്പർ. ദെൻ ലെങ്ത് എന്നുള്ളത്, ലെങ്ത് ശ്രദ്ധിക്കണം. ലെങ്ത് ഉദ്ദേശിക്കുന്നത് ഈ ലെങ്ത് ആണ്, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് ആണ്. ഓക്കെ, ഈ ലെങ്ത്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രെഡ്ത്ത്. ഹൈറ്റ് നമുക്ക് ഈ ഒരു സെക്ഷൻ വ്യൂ ലഭിക്കുള്ളൂ. ഓക്കെ, ലെങ്ത് നോക്കാം. ഈ ഒരു ലെങ്ത് നോക്കുമ്പോൾ 1 മീറ്റർ, അതുപോലെ തന്നെ 8.30 മീറ്റർ, 1.1 മീറ്റർ. ഓക്കെ, അപ്പോൾ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് 1 മീറ്റർ, 8.30 മീറ്റർ, ദെൻ 1.1 മീറ്റർ. ഇത് സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ 10.40 മീറ്റർ എന്നായിരിക്കും. 8.3 പ്ലസ് 1 9.3 പ്ലസ് 1.1 എന്ന് പറഞ്ഞാൽ 9.4 പ്ലസ് 1 8.4. ഓക്കെ, സോറി 10.4. അപ്പോൾ 10.40 മീറ്റർ ലെങ്ത് വന്നു. ഇനി ബ്രെഡ്ത്ത് നോക്കാം. ബ്രെഡ്ത്ത് ഫിഗറിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്, 220 സെന്റിമീറ്റർ. നമുക്ക് എന്ത് ചെയ്താം, 2.20 മീറ്റർ എന്ന് കാണിക്കാം, മീറ്റർ കൺവേർട്ട് ചെയ്തിട്ട്. ഇനി എത്ര ഡെപ്തിലാണ് എക്സ്കവേറ്റ് ചെയ്യുന്നത് നോക്കാം. ബെഡ് ലെവൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാണ് ബെഡ് ലെവൽ. ഓക്കെ, ഈ ബെഡ് ലെവലിന് താഴോട്ടാണ് എക്സ്കവേറ്റ് ചെയ്യുക. ബെഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിന് താഴോട്ടാണ്. 30 സെന്റിമീറ്റർ, 30 45. അപ്പൊ അതിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 30 പ്ലസ് 30 പ്ലസ് 30 പ്ലസ് 45. ഓക്കെ, 1.35 അല്ലെങ്കിൽ 130 സെന്റിമീറ്റർ, ഞാൻ മീറ്ററായി കൺവേർട്ട് ചെയ്തതാണ്. 135 സെന്റിമീറ്റർ
135 സെന്റിമീറ്റർ, അതായത് 1.35 മീറ്റർ. ഓക്കെ, ടോട്ടൽ ഡെപ്ത് എന്നുള്ളത് 1.35 മീറ്റർ. ഓക്കെ, ഇനി അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 30.88 മീറ്റർ ക്യൂബ്. ഓക്കെ, സെക്കൻഡ് അതിന്റെ സൈഡ് വരുന്ന ഭാഗം കട്ട് വാട്ടർ എൻഡ്. നമ്മളതിന് പേര് കൊടുക്കുന്നത് ഇതാണ്. ഈ ഒരു ചെറിയ ഭാഗമാണ് കട്ട് വാട്ടർ എൻഡ്. അതിന്റെ ലെങ്ത് നോക്കാം, 55 സെന്റിമീറ്റർ ലെങ്ത്, 1.60 മീറ്റർ, 160 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് ആണ്. തിക്നെസ് നമുക്കറിയാം, ഡെപ്ത് ഇവിടെ തന്നെ സെയിം വാല്യൂ ആണ് വരിക. അപ്പോൾ കട്ട് വാട്ടർ എൻഡിൽ നമ്പർ 1 ലെങ്ത് 55 സെന്റിമീറ്റർ ആണ്. നമ്മൾ അതിനെ മീറ്റർ ആക്കി എഴുതുമ്പോൾ 0.55 മീറ്റർ. അതിന്റെ ബ്രെഡ്ത്ത് എന്നുള്ളത് 160 സെന്റിമീറ്റർ കാണിച്ചിട്ടുള്ളത്, അതായത് 1.60 മീറ്റർ. ഡെപ്ത് 1.35 സെയിം ആണ്. ദെൻ സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ 1.190 മീറ്റർ ക്യൂബ്. 1.190 മീറ്റർ ക്യൂബ്. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി എന്നുള്ളത്, ടോട്ടൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ ക്വാണ്ടിറ്റി വരുന്നത് 32.07 മീറ്റർ ക്യൂബ്. 32.07 മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് വർക്ക് സിമന്റ് കോൺക്രീറ്റ്. സിമന്റ് കോൺക്രീറ്റ് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത് ബ്രെഡ്ത്ത് സെയിം ആണ്. ഡെപ്തിൽ മാത്രമേ മാറ്റം വരുള്ളൂ. ഡെപ്തിൽ മാറ്റം വരുന്ന കേസിൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 45 സെന്റിമീറ്റർ ആണ്. 45 സെന്റിമീറ്റർ 0.45 മീറ്റർ കൊടുത്താൽ മതി. പക്ഷെ ആക്ച്വലി അങ്ങനെ നമ്മൾ ചെയ്യാറുള്ളതെങ്കിൽ പോലും പിയറിന്റെ കേസിൽ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇതിന്റെ ടോട്ടൽ 1/3 മാത്രമേ PC ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതാണ്. 1/3. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 1/3 ഓഫ് എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1/3 എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു 32.07 = അതിന്റെ 1/3 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 10.70 മീറ്റർ ക്യൂബ്. 10.70 മീറ്റർ ക്യൂബ് ആണ് PCC വർക്ക്, ഗ്രൗണ്ട് ലെവലിൽ വരുന്ന PCC വർക്ക് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത വർക്ക് വരുന്നത് ബ്രിക്ക് വർക്ക് ആണ്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ചെയ്ത് നോക്കാം. അടുത്ത വർക്ക് എന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക്. തേർഡ് വർക്ക് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിംഗ്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ 1:5 സിമന്റ് മോട്ടാർ. ബ്രിക്ക് വർക്ക് കണ്ടെത്തണം. അവിടെയാണ് നമ്മൾ ഇതിനെ 3 ഡിവൈഡ് ചെയ്യേണ്ടി വരിക. അതായത് ഫിഗറിൽ പറഞ്ഞ പോലെ തന്നെ ഈ പിയർ വരുന്ന ഭാഗത്ത് എത്ര ബ്രിക്ക് വർക്ക് വരും, ദെൻ ഈ കട്ട് വാട്ടർ വരുന്ന ഭാഗത്ത് എത്ര പിയർ വർക്ക് വരും, അതുപോലെ തന്നെ ഈസ് ഓഫ് വാട്ടർ വരുന്നവർക്ക് എത്ര ബ്രിക്ക് വർക്ക് വരും എന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിയർ വരുന്ന കേസാണ്. പിയറിന്റെ ഭാഗത്ത്, അതായത് ഈ സെൻട്രൽ പോർഷനിൽ വരുന്ന ഫൂട്ടിങ്ങിൽ വരുന്ന അതുപോലെ തന്നെ ഈ ഫൂട്ടിങ്ങിന്റെ ബെഡ് ലൈനിലും മുകളിൽ സ്പ്രിംഗ് ലെവലിൽ വരെ വരുന്ന ഈ ഒരു ബ്രിക്ക് വർക്കുമാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ പിയർ. ഓക്കെ, അതിൽ വരുന്നതാണ് ആദ്യത്തേത് ഫസ്റ്റ് ഫൂട്ടിംഗ്. നമ്പർ 1 ഇത് ഒരുമിച്ച് ചെയ്ത് പോവാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഫൂട്ടിംഗ്, തേർഡ് ഫൂട്ടിംഗ്. 3 ഫൂട്ടിംഗ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഫിഗറിൽ. എല്ലാ ഫൂട്ടിങ്ങും ഓരോന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്പർ 1 ലെങ്ത് നോക്കാം. ഫൂട്ടിങ്ങിന്റെ ലെങ്ത് ലഭിക്കുക ഈ ഒരു ടോപ്പ് വ്യൂ എന്നാണ്. ഈ 8.30 ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ലെങ്ത് 8.30 മീറ്റർ. ഈ ലെങ്ത് ആണ് ഫൂട്ടിങ്ങിന്റെ ലെങ്ത്. അപ്പോൾ 8.30 മീറ്റർ, 3ലും 8.30 മീറ്റർ ലെങ്ത് വരും. ഇനി ബ്രെഡ്ത്ത് നോക്കാം. ബ്രെഡ്ത്ത് നോക്കുമ്പോഴാണ് ഇതിൽ മാറ്റം വരിക. ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ നോക്കൂ, ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് എന്നുള്ളത് 180 സെന്റിമീറ്റർ ആണ്.
രണ്ടാമത്തെ ഫൂട്ടിങ് 170 സെന്റിമീറ്റർ ആണ്, മൂന്നാമത്തെ 160 സെന്റിമീറ്റർ ആണ്. അവിടെയാണ് മാറ്റം വരുന്നത്. ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഉണ്ട് 180, അതായത് 1.80, സെക്കൻഡ് 1.70 മീറ്റർ, തേർഡ് 1.60 മീറ്റർ. ഫിഗറിൽ തന്നതാണ് ബ്രെഡ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട് ഓരോ ഫൂട്ടിങ്ങിന്റെയും. ഇതാണ് ഫസ്റ്റ് ഫൂട്ടിങ്, സെക്കൻഡ് ഫൂട്ടിങ്, തേർഡ് ഫൂട്ടിങ്. ഓക്കെ, ഇനി ഓരോ ഫൂട്ടിങ്ങിന്റെയും തിക്നെസ് നോക്കാം, ഡെപ്ത് നോക്കാം. ഓരോ ഫൂട്ടിങ്ങും 30 സെന്റിമീറ്റർ ആണ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്നും 30 സെന്റിമീറ്റർ ആണ്. 0.30 മീറ്റർ ഡെപ്ത് വരുന്നുണ്ട്. ഇനി അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ നോക്കാം. 4.48 മീറ്റർ ക്യൂബ്. സെക്കൻഡ് വൺ 4.23 മീറ്റർ ക്യൂബ്. തേർഡ് വൺ 3.98 മീറ്റർ ക്യൂബ്. ഓക്കെ, അടുത്ത വർക്ക് ഇതിൽ തന്നെ എബോവ് ഫൂട്ടിങ്ങിന്റെ വർക്ക് കഴിഞ്ഞു. പിയറിന്റെ സൈഡിൽ ഫൂട്ടിംഗ് വരെയുള്ള വർക്ക് കഴിഞ്ഞു. ഇനി പിയറിന്റെ സൈഡിൽ മുകളിലോട്ട് വരുന്ന ഭാഗം എബോവ് ഫൂട്ടിംഗ് ABC, നെക്സ്റ്റ് D, എബോവ് ഫൂട്ടിംഗ് അപ് ടു സ്പ്രിംഗ് ലെവൽ. ഓക്കെ, നോക്കാം. നമ്പർ 1 ആണ്. ദെൻ ഫിഗർ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. എബോവ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഫൂട്ടിംഗ് ഇവിടെ തീരാണ്, ബെഡിന്റെ അവിടെ തീരാണ്. അതിന് മുകളിൽ എബോവ് ഫൂട്ടിംഗ് അപ് ടു സ്പ്രിംഗ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ലൈൻ കാണിച്ചിട്ടുള്ള വരെ, സ്പ്രിംഗ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ലൈൻ കാണിച്ചിട്ടുള്ള വരെ, അപ് ടു സ്പ്രിംഗ് ലെവൽ. ഓക്കെ, അപ്പൊ അങ്ങനെ എത്ര എണ്ണം നമ്പർ 1 ആണ്. അതിന്റെ ലെങ്ത് നോക്കാം. ലെങ്ത് സെയിം ലെങ്ത് തന്നെ ആയിരിക്കും, 8.30 മീറ്റർ. ഇനി അതിന്റെ ബ്രെഡ്ത്തിലാണ് മാറ്റങ്ങൾ വരിക. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിന് വരുന്ന മുകളിൽ വരുന്ന ബ്രിക്ക് വർക്ക് ഈ സെയിം ലെങ്ത്തിൽ ഫൂട്ടിങ്ങിന് മുകളിൽ വരും എന്നുണ്ടെങ്കിലും 8.30 മീറ്റർ ലെങ്ത് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ബ്രെഡ്ത്ത് നോക്കൂ. ബോട്ടത്തിൽ 150 ടോപ്പിൽ 90 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വരുന്ന കേസ് നമുക്കറിയാം അതിന്റെ ആവറേജ് വാല്യൂ എടുക്കണം. അപ്പൊ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 1.50 പ്ലസ് 90, 1.20 മീറ്റർ. ഓക്കെ, 1.20 മീറ്റർ വരും. ഇനി അതിന്റെ ഹൈറ്റ് നോക്കൂ. ഫൂട്ടിങ്ങിന് മുകളിൽ ഇവിടെ മുതൽ സ്പ്രിംഗ് ലെവൽ വരുന്ന ഹൈറ്റ് ആണ് 360 സെന്റിമീറ്റർ, 3.60 മീറ്റർ, 3.60 മീറ്റർ. ഇനി അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 35.86 മീറ്റർ ക്യൂബ്, 35.86 മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ നമ്മൾ അപ് ടു സ്പ്രിംഗ് ലെവൽ വരെയുള്ള ബ്രിക്ക് വർക്ക് കണ്ടിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ ഒരു ഭാഗം കൂടി വരുന്നുണ്ട്. എബോവ് സ്പ്രിംഗ് ചെറിയൊരു ഭാഗം കട്ടിങ്. ഈ ഒരു ഭാഗത്തെ കണ്ടോ, ഈ ഒരു ഭാഗം സ്പ്രിംഗ് ലെവലിന്റെ മുകളിൽ വരുന്ന ഈ ചെറിയൊരു ഭാഗം, ആ ഭാഗത്തെ കൂടെ കാണാം. അതിന്റെ ലെങ്ത് 8.30 സെയിം ആയിരിക്കും. അതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ബോട്ടത്തിൽ 90 സെന്റിമീറ്റർ ആണ്. ടോപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഒരു 50 സെന്റിമീറ്റർ കൊടുക്കുന്നത്. ഡെപ്ത് ഒരു 45 സെന്റിമീറ്ററുമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അത് സോൾവ് ചെയ്ത് നോക്കാം. ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബോവ് സ്പ്രിംഗ് ലെവൽ ട്രപ്പീസിയം പോർഷൻ, നമ്പർ 1, ലെങ്ത് 8.30 മീറ്റർ, 0.90 ബോട്ടത്തിലും 0.50 ടോപ്പിലും എന്ന് പറഞ്ഞു. അതിന്റെ ആവറേജ് എടുക്കണം. Then 0.40 മീറ്റർ, അതിന്റെ തിക്നെസ് ഞാൻ പറഞ്ഞായിരുന്നു. Then 2.32 മീറ്റർ ക്യൂബ് എന്നുള്ള ആൻസർ ലഭിക്കും. നമുക്ക് ഈ 1.20 നമുക്ക് ഇവിടെ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. ഇതുപോലെ ആവറേജ് കണ്ടെത്തി ഡയറക്റ്റ് ഇവിടെ തന്നെ എഴുതി പോവാം. 1.50 പ്ലസ് 0.90 ഡിവൈഡഡ് ബൈ 2 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ലഭിക്കും. ഓക്കെ, ദെൻ അടുത്ത വർക്ക് ഈസ് ഓഫ് പിയർ ഭാഗം കഴിഞ്ഞു. അതായത് ബ്രിക്ക് വർക്കിൽ നമ്മൾ പിയറിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമാണ്. അത് നമ്മൾ ഇത്രയും ഭാഗത്ത് ബ്രിക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ സ്ലാഷ് ഡ്രോയിങ് കട്ട് ചെയ്തിട്ടുള്ള ഷെയ്ഡ് ചെയ്തുള്ള ഭാഗം ബ്രിക്ക് വർക്കിന്റെ ഭാഗമാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് കട്ട് വാട്ടർ എൻഡും അതുപോലെ തന്നെ ഈസ് ഓഫ് വാട്ടർ ഈ സൈഡും ഈ സൈഡുമാണ്. ആ ഭാഗം കൂടെ ചെയ്ത് നോക്കാം.
ഇതുപോലെ തന്നെ ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ്, തേർഡ് ഫൂട്ടിംഗ്, എബോവ് ഫൂട്ടിംഗ്, സ്പ്രിംഗ് ലെവലിലുള്ള ഭാഗം അത്രേ അതിൽ വരുള്ളൂ. അത് ഇതുപോലെ തന്നെയാണ്. ഈ പിയർ എന്നുള്ള കേസ് മാത്രമേ മാറുന്നുള്ളൂ. സെക്കൻഡ് കേസ് എന്നുള്ളത് ഈസ് ഓഫ് വാട്ടർ എൻഡ്, ഈസ് വാട്ടർ എൻഡ്. ഈസ് വാട്ടർ എൻഡ്. ഓക്കെ, ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഫൂട്ടിംഗ് നമ്പർ 1 ഈസ് ഓഫ് വാട്ടർ എൻഡ് എന്ന് പറയുമ്പോൾ ഒരു സെമി സർക്കിൾ ആണ് വരുന്നത് ഇവിടെ. ഈസ് ഓഫ് വാട്ടർ എൻഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ഭാഗം, ഈസ് വാട്ടർ എൻഡ്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഫൂട്ടിങ്ങും സെമി സർക്കിളാണ്. ഓക്കെ, അപ്പോൾ സെമി സർക്കിൾ ആകുമ്പോൾ നമ്മൾ 5/4 ഡി സ്കോർ ചെയ്താൽ എന്ത് കിട്ടും? അതിന്റെ ഏരിയ കിട്ടും. ഏരിയ എന്ന് പറയുന്നത് ഫുൾ ഏരിയ ആണ്. 5/4 ഡി സ്കോർ എന്ന് പറഞ്ഞാൽ ഫുൾ സർക്കിളിന്റെ ഏരിയ ആണ്, സെമി സർക്കിൾ ആണ്. അപ്പൊ ഹാഫ് 1/2 ഹാഫ് 5/4 ഡി സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? ഒരു സെമി സർക്കിളിന്റെ ഏരിയ കിട്ടും. ആ ഏരിയ ഇൻറ്റു ഓരോന്നിന്റെയും ഏരിയ ഇൻറ്റു അതിന്റെ തിക്നെസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ വോളിയം ക്വാണ്ടിറ്റി ലഭിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇതിന്റെ ഡയമീറ്റർ നമുക്കറിയാം 180 ആണ് ഫൂട്ടിങ്ങിൻ്റെത്, 1.80 എന്നുള്ളതാണ്. അപ്പൊ 1/2 ഞാൻ പറഞ്ഞായിരുന്നു പകുതി ഏരിയ ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു 5/4 ഡി എന്ന് പറഞ്ഞാൽ 1.80. ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ഡയമീറ്റർ 1.8 സ്ക്വയർ. അതിന്റെ തിക്നെസ് നമുക്കറിയാം 0.30. ഓരോ ഫൂട്ടിങ്ങിന്റെയും തിക്നെസ് എന്നുള്ളത് 0.30 ആണുള്ളത്. സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ 0.38 മീറ്റർ ക്യൂബ്. സെക്കൻഡ് ഫൂട്ടിംഗ് എന്നുള്ളത് നമ്പർ 1 ഹാഫ് 5/4. സെക്കൻഡ് ഫൂട്ടിങ്ങിന്റെ ഡയമീറ്റർ ഇത് തന്നെയാണ് ഡയമീറ്റർ. ആദ്യം 150, പിന്നെ 170, 1.7 സ്ക്വയർ. തിക്നെസ് 0.30 സെയിം ആണ്. ഇനി അതിന്റെ ആൻസർ എന്നുള്ളത് 0.34 മീറ്റർ ക്യൂബ്. ഓക്കെ, തേർഡ് ഫൂട്ടിംഗ് ഹാഫ് 5/4 ഇൻറ്റു 1.6 സ്ക്വയർ, 0.30 തിക്നെസ്. ആൻസർ 0.30 മീറ്റർ ക്യൂബ്. എപ്പോഴും വരിക ഡയമീറ്റർ എവിടെ നിന്ന് എടുത്തു എന്നുള്ളതാണ് ഡൗട്ട് എപ്പോഴും വരിക. ഓരോ ഫൂട്ടിങ്ങിന്റെയും ഡയമീറ്റർ ഈസ് ഓഫ് വാട്ടർ എൻഡിൽ വരുന്ന ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ബ്രെഡ്ത്ത് തന്നെയാണ് അതിന്റെ ഡയമീറ്റർ. അതേ രീതിയിൽ തന്നെയാണ് ഡയമീറ്റർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 180, 170, 160 അതാണ് പറഞ്ഞിട്ടുള്ളത്. തിക്നെസ് നമുക്കറിയാം ഈ ഫിഗറിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ തിക്നെസ് എന്നുള്ളത് നമുക്കറിയാം ഫിഗറിൽ തന്നിട്ടുണ്ട് 0.30. ഓരോ ഫൂട്ടിങ്ങിനും 0.30 മീറ്റർ ആണ് അതിന്റെ ഡെപ്ത്. അടുത്ത പോലെ എബോവ് ഫൂട്ടിംഗ് അപ് ടു സ്പ്രിംഗ് ലെവൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹാഫ് ഇൻറ്റു 5/4 ഇൻറ്റു ആവറേജ് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ ഡയമീറ്റർ ആവറേജ് എത്ര വരിക? ടോപ്പില് 90, ബോട്ടത്തില് 150. അപ്പൊ അതിന്റെ ആവറേജ് നേരത്തെ നമ്മൾ ചെയ്ത വാല്യൂ ആണ്, ഞാനിവിടെ കാണിക്കുന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, 1.20 സ്ക്വയർ. അതിന്റെ ഹൈറ്റ് എബോവ് സ്പ്രിംഗ് ലെവൽ ആണ്. ഫൂട്ടിങ്ങിന്റെ എബോവ് ഫൂട്ടിംഗ് അപ് ടു സ്പ്രിംഗ് ലെവൽ ആണ്. അതിന്റെ ഹൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് 3.60 മീറ്റർ. 3.60 മീറ്റർ. ദെൻ സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 2.05 മീറ്റർ ക്യൂബ്. 2.05 മീറ്റർ ക്യൂബ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പിയറിന്റെ ഭാഗത്തുള്ളത് നേരത്തെ ബ്രിക്ക് വർക്ക് ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ്, തേർഡ് ഫൂട്ടിംഗ്, അതിന് മുകളിൽ വരുന്ന ആ പില്ലറിന്റെ ഭാഗം, കോളത്തിന്റെ ഭാഗം വരുന്ന ഭാഗം കണ്ടെത്തി. അടുത്ത സൈഡ് അതിന്റെ ഒരു എൻഡിലാണ് ഈസ് ഓഫ് വാട്ടർ സർക്കിൾ ആയിട്ടൊരു ഭാഗം വരുന്നുണ്ട്. ആ ഒരു സൈഡ് കണ്ടു ഈസ് ഓഫ് വാട്ടർ എൻഡ്. ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ്, തേർഡ് എബോവ് ഫൂട്ടിംഗ്. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ ഒരു സൈഡ് സെന്റർ ഭാഗം കണ്ടു, ഈ ഒരു സൈഡ് ഈസ് ഓഫ് വാട്ടറിന്റെ എൻഡ് കണ്ടു. ഇനി ഒരു കട്ട് വാട്ടറിന്റെ ഈ സൈഡ് കൂടെ നമുക്ക് കാണാനുണ്ട്. ഓക്കെ, അതെങ്ങനെ നോക്കാം. ഇപ്പൊ ചെയ്ത അതേ ഫോർമാറ്റ് തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. ഈ ഹെഡിങ്ങിൽ ഒരു ചെറിയ മാറ്റം വരും. അതുപോലെ തന്നെ ഇവിടെ ഈ വാട്ടർ എൻഡിന്റെ കേസിൽ അതൊരു സെമി സർക്കിൾ ആയിരുന്നു എങ്കിൽ നമുക്ക് ഇനി കട്ട് വാട്ടർ എൻഡിൽ വരുന്ന ഭാഗത്താണ് ഒരു ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യണത്. അപ്പൊ ട്രയാങ്കിൾ ആകുമ്പോൾ ഏരിയ ഇൻറ്റു ഹൈറ്റ് കാണുമ്പോൾ ഏരിയയിൽ മാറ്റം വരും. ഇവിടെ 5/4 ഡി സ്ക്വയർ ചെയ്തിട്ടാണ് ഏരിയ കണ്ടത്. അവിടെ ആകുമ്പോൾ ഹാഫ് BH കാണേണ്ടി വരും. അത്രയും ഒരു മാറ്റം വരുന്നുള്ളൂ. എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വരുന്ന കാര്യം എന്നുള്ളത് കട്ട് വാട്ടർ എൻഡ്. കട്ട് വാട്ടർ എൻഡ് ഫസ്റ്റ് ഫൂട്ടിംഗ് 1, അതിന്റെ
ഇതാണ് ഫിഗർ. ഇതാണ് ഈ ഒരു വരുന്ന ഭാഗമാണ് ഓരോ ഫൂട്ടിങ്ങും. അപ്പൊ ഹാഫ് ബി എച്ച് വെച്ചിട്ട് വേണം കാണാൻ. ഹാഫ് ബി എന്ന് പറഞ്ഞാൽ ഇതാണ്. ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ 150 സെന്റിമീറ്റർ, അത് 1.80 മീറ്റർ ആണ് അതിന്റെ എന്ത് വരിക, ബ്രെഡ്ത്ത്. അപ്പൊ ഹൈറ്റ് ഇതിൽ കറക്റ്റ് തന്നിട്ടില്ല. ഒരു 1 മീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഭാഗമാണ്, കുറച്ചുകൂടെ കയറി ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുക 0.866 ഇൻറ്റു അതിന്റെ ബ്രെഡ്ത്ത് ആണ് ചെയ്യുക, ഹൈറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഫ് ബി എച്ചിൽ എച്ച് എന്ന് പറഞ്ഞാൽ 0.866 ഇൻറ്റു ബി. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഫൂട്ടിങ് ഹാഫ് ഇൻറ്റു 1.80 ഇൻറ്റു ബേസ് 0.866 ഇൻറ്റു 1.80. 1.0 എന്ന ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് ആണ്. 1.80 0.866 ഇൻറ്റു 1.80 ഇൻറ്റു, അപ്പൊ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ആയി. ഇൻറ്റു വോളിയം ചെയ്യാൻ വേണ്ടി തിക്നെസ് വേണം. ഫസ്റ്റ് ഫൂട്ടിന്റെ തിക്നെസ് എന്നുള്ളത് 0.30 മീറ്റർ എന്നാണ്. സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ ഫസ്റ്റ് ഫൂട്ടിന്റെ തിക്നെസ് 0.30 സെന്റിമീറ്റർ, അതായത് 0.30 മീറ്റർ. സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ 0.42 മീറ്റർ ക്യൂബ്. 0.42 മീറ്റർ ക്യൂബ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൂട്ടിങ്ങുമ്പോ അതിന്റെ എടുത്ത് നോക്കൂ, 1.70 മീറ്റർ ആണ്. ഫിഗറിൽ തന്നിട്ടുണ്ട് 1.70 മീറ്റർ. ഓക്കെ, 1.70 ഇൻറ്റു ഹാഫ് ബി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ബിയുടെ 1.86 ഇൻറ്റു 1.70 ഇൻറ്റു അതിന്റെ തിക്നെസ് 0.30. ദെൻ നെക്സ്റ്റ് ഹാഫ് ഇൻറ്റു തേർഡ് ഫൂട്ടിംഗ്, ഹാഫ് ഇൻറ്റു 1.60 ഇൻറ്റു 0.86 ഇൻറ്റു 1.60 ഹാഫ് ബി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഈ ബിയുടെ 0.86 ടൈംസ്. ഓക്കെ, ഇൻറ്റു അതിന്റെ തിക്നെസ് 0.30. ദെൻ എബവ് ഫൂട്ടിംഗ് അപ് ടു സ്പ്രിംഗ് ലെവൽ ഇതുപോലെ തന്നെ ഹാഫ് ഇൻറ്റു 1.20 കിട്ടിയത് എങ്ങനെയാണ്, ബോട്ടത്തില് ഫിഗറിന്റെ ബോട്ടത്തിൽ 150യും ടോപ്പിൽ 90 ആണ്. അപ്പൊ ഇതിന്റെ ആവറേജ് എടുത്തു 1.20. 1.20 ഇൻറ്റു ബി കഴിഞ്ഞു എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ 0.86 ഇൻറ്റു 1.20. ഈ 1.20ന്റെ 0.866 ടൈംസ്. ഓക്കെ, അതിന്റെ തിക്നെസ് എന്നുള്ളത് 0.30. ഇനി അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ഫസ്റ്റ് വൺ 0.48 മീറ്റർ ക്യൂബ്, സെക്കൻഡ് വൺ 0.37 മീറ്റർ ക്യൂബ്, തേർഡ് വൺ 0.33 മീറ്റർ ക്യൂബ്, then last one 2.24 മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ടോട്ടൽ ബ്രിക്ക് വർക്ക് എല്ലാ ബ്രിക്ക് വർക്കും ചെയ്ത് കഴിഞ്ഞു. ഇനി ഓരോ ബ്രിക്ക് വർക്കും എത്രയാണെന്ന് നോക്കാം. 57.30 മീറ്റർ ക്യൂബ്. 57.30 മീറ്റർ ക്യൂബ്. എല്ലാ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് കണ്ടെത്തി കഴിഞ്ഞു. 57.30 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫോർത്ത് വർക്ക് എന്നുള്ളത് സിമെന്റ് പോയിന്റിംഗ് വർക്കാണ്. സിമെന്റ് പോയിന്റിംഗ് 1:2 ഇൻ എക്സ്പോസ്ഡ് സർഫസ്. ഓക്കെ, ഇൻ എക്സ്പോസ്ഡ് സർഫസ്, അതായത് ഇപ്പൊ ഇത്രയും ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ പുറം ഭാഗം പോയിന്റ് ചെയ്യുക, പ്ലാസ്റ്റർ ചെയ്യുന്ന പോലെ പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോ രണ്ട് ഭാഗങ്ങളാണ് വരുന്നത്, 3 ഭാഗം. ഒന്ന് പിയറിന്റെ സൈഡ്, ഒന്ന് കട്ട് വാട്ടർ എൻഡ്, അതുപോലെ തന്നെ നീസ് ഓഫ് വാട്ടർ എൻഡ്. നമുക്കറിയാം ഈ പിയറിന്റെ ഭാഗം 2 സൈഡ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കട്ട് വാട്ടർ എൻഡ്, അതുപോലെ ഈസ് ഓഫ് വാട്ടർ എൻഡ്. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന്റെ പുറം അളവ് മാത്രമേ ഉള്ളൂ. ചുറ്റളവ് ഈ ചുമര് തേക്കുന്ന പോലെ, ഈ ചുമര് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക, ഈ ഒരു ലെങ്ത്തിന്റെ എടുത്ത് അത്രേ കിട്ടുള്ളൂ, ഏരിയയിലാണ് ചെയ്യുക. അതുപോലെ ഈ ഭാഗം തേക്കാനുള്ള മീനിങ്, പ്ലാസ്റ്റർ ചെയ്യാനുള്ള മീനിങ് ആണ്. അപ്പൊ അതിന്റെ ഏരിയ മാത്രം കണ്ടെത്തിയാൽ മതി. ഫസ്റ്റ് വൺ പിയർ. പിയറിന്റെ കേസിൽ കണ്ടെത്താനുള്ളത് നമുക്കറിയാം, ഈ പിയറിന്റെ ഇത്രയും ഭാഗം ബെഡ് ലെവലിൽ താഴെ ഭാഗം ഗ്രൗണ്ട് ലെവലിൽ താഴെയാണ്. അപ്പൊ നമുക്ക് അത് അവിടെ ഒന്നും പ്ലാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, ഗ്രൗണ്ട് ലെവലിൽ താഴെ പോയി. അല്ലെ മുകളിൽ വരുന്ന ഭാഗം എത്രയേ ഉള്ളൂ, 3.6 മീറ്റർ ഹൈറ്റ്. ഫസ്റ്റ് പിയർ ആണ്. പിയറിന് എത്ര സൈഡ് ഉണ്ട്, ഒന്ന് ഈ സൈഡും വരും, അങ്ങനെ ഈ ഒരു സൈഡും വരും. 2 സൈഡ് നമ്മൾ പോയിന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ 2 സൈഡ് നമ്മൾ 2. ഓക്കെ, ഒരു സൈഡ് ലെങ്ത് എത്ര നമ്മൾ എടുത്ത് പിയറിന്റെ കേസിൽ 8.30 മീറ്റർ. 8.30 മീറ്റർ. ഓക്കെ, ഇതിന്റെ ഹൈറ്റ് എത്രയാ, ബെഡ് ലെവലിന് മുകളിൽ പിയറിന്റെ ഹൈറ്റ് എത്രയാ, 3.60. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 59.76 മീറ്റർ ക്യൂബ്. അടുത്ത ഭാഗം ഈസ്റ്റ് വാട്ടർ എൻഡ്.
ഈസ് വാട്ടർ എൻഡ്. നമുക്കറിയാം സെമി സർക്കിൾ ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ നമ്പർ 1 അതിന്റെ ചുറ്റളവ് കാണണം. അപ്പൊ ഒരു സർക്കിളിന്റെ ചുറ്റളവ് കാണാൻ 2πr യൂസ് ചെയ്യാറുള്ളത്. 2πr. അപ്പൊ നമുക്ക് 2πr ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, πr പറ്റുള്ളൂ. കാരണം വെച്ചാല് സെമി സർക്കിൾ ആണ്. ഓക്കെ, അപ്പൊ πr എന്നാണ്. πr. അവിടുത്തെ ഡയമീറ്റർ നമുക്കറിയാം. ഡയമീറ്റർ വരുന്നത് 1.2 ആണ്. അതായത് ഈ ഒരു ഭാഗമാണല്ലോ നമ്മൾ ചെയ്യാൻ പോണത്, മുകളിലത്തെ ഭാഗം. അവിടുത്തെ ഡയമീറ്റർ വരുമ്പോ ബോട്ടത്തിൽ 150യും ബോട്ടത്തിൽ 150യും ടോപ്പിൽ 90 ആണ്. അപ്പൊ അതിന്റെ ആവറേജ് ആണ് എടുക്കാം. അപ്പൊ 1.2 നമുക്കറിയാം. ഡയമീറ്റർ 1.2 πr എന്നാണ്. ഓക്കെ, πr എന്നാണ്. ഓക്കെ, πr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ ആണ് വേണ്ടിട്ട് 1.2/2. ഇനി അതിന്റെ ഹൈറ്റ് വരുന്നത് 3.60 മീറ്റർ. ദെൻ സോളിഡ് നിങ്ങൾ കിട്ടുന്ന ആൻസർ 6.78 മീറ്റർ ക്യൂബ്. നെക്സ്റ്റ് വൺ കട്ട് വാട്ടർ എൻഡ്. നമ്പർ 1. ദെൻ അതിന്റെ ട്രയാങ്കിൾ ആണ്. അപ്പൊ 2 സൈഡ് വരുന്നുണ്ട്. ട്രയാങ്കിൾ കംപ്ലീറ്റ് വരുന്നില്ല, അങ്ങനെ ഏരിയ കാണേണ്ട ആവശ്യമില്ല. 2 സൈഡ്, ഒന്ന് ഈ സൈഡും ഒന്ന് ഈ സൈഡും. അപ്പൊ 2 സൈഡ് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സൈഡും ഈ സൈഡും. ഈ ഒരു സൈഡിന്റെ ലെങ്ത് കാണണം. ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, ഈ ഒരു ലെങ്ത് തന്നെ എടുക്കുന്നത്. അതിന്റെ ലെങ്ത് ആയിട്ടുള്ളത് 1.2 മീറ്റർ ആണ്. ദെൻ അതിന്റെ ഹൈറ്റ് എത്ര ഹൈറ്റ് ആണുള്ളത്? 3.60 മീറ്റർ. സോളിഡ് ഞങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 5.18 മീറ്റർ ക്യൂബ്. ടോട്ടൽ പോയിന്റിംഗ് വേണ്ട ക്വാണ്ടിറ്റി എന്നുള്ളത് 71.72 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇതാണ് ആൻസർ. അപ്പൊ നമ്മള് വർക്ക് ചെയ്ത് കഴിഞ്ഞു. എസ്റ്റിമേഷൻ ഓഫ് പിയർ ആണ്. ഫസ്റ്റ് നമ്മൾ അതിന്റെ എർത്ത് എസ്റ്റിമേഷൻ ചെയ്തു. ദെൻ അതിന്റെ 3 ഭാഗമായിട്ട്, പിയറിന്റെ ഭാഗം, കട്ട് വാട്ടർ എൻഡ്, ഈസ് വാട്ടർ എൻഡ്. നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ അതിൽ വരുന്ന ബ്രിക്ക് വർക്ക് കണ്ടെത്തി. ബ്രിക്ക് വർക്കും ഓരോ 3 ഭാഗമായിട്ട് കണ്ടെത്തിയത്. ഓരോ ഭാഗത്തും ഫൂട്ടിംഗ് വരുന്നുണ്ട്. ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ്, തേർഡ് ഫൂട്ടിംഗ്. അതുപോലെ തന്നെ അതിന് മുകളിൽ എബോവ് ഫൂട്ടിംഗ് അപ് ടു സ്പ്രിംഗ് ലെവൽ ആ ഒരു കോളത്തിന്റെ ഹൈറ്റും വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പോയിന്റിംഗ് വരുന്ന സംഭവം കണ്ടെത്തി. ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഇത് ചെയ്ത് കണ്ടുപിടിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു എസ്റ്റിമേഷൻ എല്ലാവർക്കും മനസ്സിലായി, ഇഷ്ടപ്പെട്ടു, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൂടുതൽ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.